പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജി ശക്തിധരൻ എന്ന മാധ്യമപ്രവർത്തകനെ കുറിച്ചിട്ട് പലതവണ കേരളം സമീപകാലത്ത് ചർച്ച ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയൻ കൈതോലപ്പായിൽ കോടികൾ കടത്തി എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി ശക്തിധരൻ രംഗത്ത് വന്നതിനെ തുടർന്ന് ഉണ്ടായ കോലാഹലങ്ങൾ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. അതിൽ കേസെടുക്കാനൊന്നുമില്ല എന്നും ശക്തിധരൻ അതിനനുസൃതമായിട്ടുള്ള മൊഴി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് സർക്കാർ അവസാനിപ്പിച്ചു. പക്ഷേ ശക്തിധരൻ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനോ അല്ലെങ്കിൽ ശക്തിധരനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാനോ പിണറായിക്കോ CPM-ൻ്റെ മറ്റ് സമുന്നതരായിട്ടുള്ള ഒരു നേതാക്കൾക്കോ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, എല്ലാവരും പറഞ്ഞതെന്താണ്? ശക്തിധരൻ അതിന് തുടർച്ചയായിട്ടുള്ള മൊഴികളൊന്നും കൊടുത്തില്ല. ശരിയായിരിക്കാം, അത് എനിക്കറിയില്ല, അതിനെക്കുറിച്ചിട്ട് ശക്തിധരനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇത്ര അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം 8 വർഷക്കാലമായി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെ കുറിച്ചിട്ട് ജി ശക്തിധരൻ എന്ന മാധ്യമപ്രവർത്തകൻ ഉന്നയിച്ചിട്ട് അതിനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ പിണറായി വിജയന് ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ളത് അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? ശക്തിധരൻ നമുക്കറിയാം, പതിറ്റാണ്ടുകളോളം CPM-നകത്ത് പ്രവർത്തിച്ച് ദേശാഭിമാനിയിൽ ഉന്നത സ്ഥാനത്തൊക്കെ പ്രവർത്തിച്ചിട്ട് ആ പാർട്ടിയിൽ നിന്ന് പോന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം 2006 മുതൽ CPM-ൻ്റെ ജീർണതകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനശക്തി എന്ന് പറയുന്ന ആ പ്രസിദ്ധീകരണം 2006 മുതൽ 2024 18 വർഷക്കാലമായി നിരന്തരമായി CPM-ൻ്റെ ജീർണതയ്ക്കെതിരായിട്ടുള്ള വലിയൊരു പോർമുഖമായി ആ ജനശക്തി എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധീകരണം നിലനിൽക്കുകയാണ്. എത്രയോ പ്രതിസന്ധികൾ അതിനിടയിൽ വന്നു. ആ പ്രതിസന്ധികളിലൊന്നും വീഴാതെ ആ പ്രസിദ്ധീകരണം ഇപ്പോഴും നിൽക്കുകയാണ്. ശക്തിധരൻ പിണറായി വിജയനെതിരെ ഉന്നയിക്കുന്ന അതുപോലത്തെ കഠിനമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശക്തിയും ആർജവുമുള്ള വേറെ ആരുണ്ട് കേരളത്തിൽ എന്നാണ് എൻ്റെ ചോദ്യം. ഞാനും ശക്തമായ വിമർശനങ്ങൾ പിണറായി വിജയനെ ഉന്നയിക്കുന്ന ഒരാളാണ്. പക്ഷേ ശക്തിധരൻ ഉന്നയിക്കുന്നത് പോലുള്ള അത്ര കഠിനമായിട്ടുള്ള വിമർശനങ്ങൾ എനിക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയേറെ കഠിനമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ എനിക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും. സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും പറയാൻ കാരണം ജനശക്തി എന്ന പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം എഴുതിയ ഗാഡ്ഗിലിനെ എന്തിനു ഭയക്കണം എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. ആ ലേഖനത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചിട്ടും മാധവ് ഗാഡ്ഗിലിനെ കുറിച്ചിട്ടും പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ശക്തിധരനെ വല്ലാതെ പ്രകോപിപ്പിച്ചത് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ശക്തിധരൻ അദ്ദേഹത്തിന് ലേഖനത്തിൽ പറയുകയാണ്, വയനാട്ടിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഗാഡ്ഗിൽ എന്ന പേരുച്ചരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് കണ്ട ആ പുച്ഛഭാവം, ആ രൗദ്രത, എന്തുതരം മനുഷ്യനാണ് ഇയാൾ എന്ന് ഭൂതഗണങ്ങൾ തന്നെ മനസ്സിലാക്കട്ടെ. അദ്ദേഹം എഴുതുകയാണ്. എന്തുമാകട്ടെ, അരക്കള്ളൻ മുക്കാൽക്കള്ളൻ എന്ന സിനിമയിൽ P. ഭാസ്കരൻ എഴുതിയ കോളിളക്കം സൃഷ്ടിച്ച പാട്ടിലെ ഈരടികൾ ഓർത്തുപോവുകയാണ്. ആ ഈരടികൾ ഇങ്ങനെയാണ്: കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ എന്ന് തുടങ്ങുന്ന ഈരടികൾ ഇവിടെ അന്വർത്ഥമാവുകയാണ്. ശക്തിധരൻ പറയുകയാണ്. ഇതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏക ഛത്രാധിപതിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് പറയാൻ വേറെ ഏതും മാധ്യമപ്രവർത്തകർക്ക് വേറെ ആർക്ക് ഇച്ഛാശക്തിയോടുകൂടി കഴിയും? സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ. പക്ഷേ അങ്ങനെ ഒരാൾ സിംഹാസനത്തിൽ ഇരുന്നാൽ ആരും ആദരിക്കില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരാളായി ഭാവിക്കുകയാണോ? അതോ സത്യത്തിൽ അതുതന്നെയാണോ? ആലോചിച്ച് നോക്കണം. അതായത് കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വരും ശുംഭനോ എന്ന ഈരടികൾ ഇവിടെ അന്വർത്ഥമാവുകയാണോ? അത് സത്യം തന്നെയാണോ? അദ്ദേഹം ചോദിക്കുകയാണ്. കേരളത്തിൽ സംഭവിക്കുന്ന ഒരു മനുഷ്യനിർമ്മിതമായ പ്രകൃതി ദുരന്തമാണെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞു പോയതിൻ്റെ പേരിൽ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ മുഖ്യമന്ത്രിക്ക് ചതുർത്ഥിയായി. പ്രകൃതി രമണീയമായ കേരളം രണ്ടാം വീടായി കാണുന്ന മലയാളികളുടെ ഉത്തമ സുഹൃത്തായിട്ടുള്ള ഗാഡ്ഗിൽ കേരളത്തിലെ ഓരോ പ്രകൃതി ദുരന്തത്തെയും പ്രവചന സമാനമായ ഉൾക്കാഴ്ചയോടെ മുൻകൂട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ആ മാധവ് ഗാഡ്ഗിലിനെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് അവഗണിക്കാൻ കഴിയുക? ഗാഡ്ഗിലുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അഹങ്കാരം അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ മാഫിയ ബന്ധത്തെക്കുറിച്ചുള്ള അറിവാണോ ഇതിന് തടസ്സം എന്നും അറിയില്ല. രാജ്യം പത്മവിഭൂഷൺ കൊടുത്ത് ആദരിച്ചിട്ടുള്ള 82-കാരനാണ് ഗാഡ്ഗിൽ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചേലയായ PV അൻവർ അല്ല. ശക്തിധരൻ പറയുകയാണ്. എന്തെങ്കിലും മാന്ത്രിക വിദ്യ
ഗാഡ്ഗിലിൻ്റെ കയ്യിലുണ്ടെന്നല്ല. കേരളം പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ കിട്ടാവുന്ന വിദഗ്ധരിൽ ഒന്നാമൻ ഗാഡ്ഗിൽ തന്നെയാണ്. ആ ഒന്നാമനെയാണ് മുഖ്യമന്ത്രി എല്ലാ ഔദ്യോഗിക ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തുന്നത്. മുഖ്യമന്ത്രിയും ഗാഡ്ഗിലും ചേർന്നുള്ള ഒരു ചിത്രം പോലും കേരളം കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണോ മുഖ്യമന്ത്രി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത്? ശക്തിധരൻ ചോദിക്കുകയാണ്. ഗാഡ്ഗിലിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് കലികയറുന്നതാണ് വയനാട് സന്ദർശന വേളയിൽ കണ്ടത്. ദുരന്തമെന്ന് കേട്ടാൽ നിങ്ങൾക്കെല്ലാം ഉടനെ വിളിച്ചു പോകാൻ ഒരു ഗാഡ്ഗിൽ ഉണ്ടല്ലോ എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പുലഭ്യം വിളിച്ചത് അദ്ദേഹം ഒരു വിവരദോഷിയായതുകൊണ്ട് തന്നെയാണ്. ഗാഡ്ഗിലിനെ പുലഭ്യം പറയുന്നത് മുഖ്യമന്ത്രി ഒരു വിവരദോഷിയായതുകൊണ്ടാണ് എന്നാണ് ശക്തിധരൻ പറയുന്നത്. വകതിരിവില്ലാത്ത മനുഷ്യൻ, കേരളത്തിൻ്റെ ശാപമാണിത് അദ്ദേഹം പറയുകയാണ്. മുഖ്യമന്ത്രി ഒരു വിവരദോഷിയായതുകൊണ്ടാണ് ഗാഡ്ഗിലിനെ പുലഭ്യം പറയുന്നതെന്നും അദ്ദേഹത്തിന് വകതിരിവില്ല എന്നും ശക്തിധരൻ ആർജവത്തോടുകൂടി വിളിച്ചു പറയുകയാണ്. ഇനി അതിന് തുടർച്ചയുണ്ട്. ആ തുടർച്ചയിലും അദ്ദേഹം ഇതുപോലെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച മുന്നേറുന്നത്. എന്തൊക്കെ പേരിൽ എത്രയെത്ര മരമണ്ടന്മാരെ പല പല തസ്തികകളിൽ കുടിയിരുത്തി ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. അധികാര സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തവർക്കെല്ലാം അടുത്തൂൺ പറ്റിയ ശേഷം ഏറ്റവും ചുരുങ്ങിയത് ശീതീകരിച്ച മുറിയിലൊരു മരക്കസേരയും 2 ലക്ഷം പ്രതിഫലവുമാണ്. അഡീഷണൽ മാസപ്പടി അവിടെ ഇരുന്ന് ഉണ്ടാക്കിക്കൊള്ളണം. പറ്റിത്തിന്നാൻ ജഡ്ജിമാർ വരെയുണ്ട്. ശക്തിധരൻ പറയുകയാണ്. ഒരവതാരത്തിന് ക്യാബിനറ്റ് പദവിയും. കേരളത്തിലെ യുവതലമുറ ക്ഷോഭിക്കുന്ന തീക്കുടങ്ങളായിരുന്നെങ്കിൽ ഈ ഭരണ ശവമഞ്ചത്തിൽ മെയ്യനങ്ങാതെ കിടക്കുന്ന മൃതപ്രായരെ ആവും ആദ്യം ചുമന്നു മാറ്റുക. അദ്ദേഹം പറയുകയാണ്, കേരളത്തിലെ യുവതലമുറ ക്ഷോഭിക്കുന്ന തീക്കുടുക്കുകളായിരുന്നുവെങ്കിൽ ഈ ഭരണ ശവമഞ്ചത്തിൽ മെയ്യനങ്ങാതെ കിടക്കുന്ന മൃതപ്രായരെ ആകും ചുവന്നു മാറ്റുക. ശക്തിധരൻ പറയും. മുഖ്യമന്ത്രി വിമർശിച്ച് എന്തെഴുതിയാലും ഉടനെ ഉയരുന്ന മുറവിളി മുഖ്യമന്ത്രിയോടുള്ള വിരോധമാണെന്നതാണത്. എന്താ ഈ മനുഷ്യൻ വിമർശനത്തിന് അതീതനാണോ? പ്രത്യേകിച്ചും കൂറ്റൻ മാധ്യമങ്ങൾ കേരളത്തിലെ കൊള്ളകൾക്കെതിരെ കണ്ണിറുക്കി അടച്ച് കീശ വീർപ്പിക്കുമ്പോൾ അതിനെ ഏറാൻ മൂളാൻ തയ്യാറില്ലാത്തവർ വിമർശിക്കും. എന്തുകൊണ്ടാണ് അടുത്തിടെയായി മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്നവർക്കെതിരെ തുരുതുരാ കേസുകൾ ഉണ്ടാവുന്നത്? മുഖ്യമന്ത്രിയുടെ ഭൂതഗണങ്ങളുടെ മർമ്മം നോക്കിയുള്ള കുത്താണത്. കൂറ്റൻ മാധ്യമങ്ങൾ മിക്കതും മുഖ്യമന്ത്രി തുറന്നു വെച്ചു കൊടുത്തിരിക്കുന്ന ചക്കരക്കുടത്തിൽ കൈയിട്ട് വലിച്ചുവാരി തിന്നുകയാണ്. അവസാന തീറ്റയാണോ എന്ന് തോന്നിപ്പോകും. ശമ്പളവും കിമ്പളവും അതിന് പുറമെയും. അതുകൊണ്ടാണ് അധികാരദണ്ഡ് സോഷ്യൽ മീഡിയയ്ക്കെതിരെ കേന്ദ്രീകരിക്കുന്നത്. വൻകിട മാധ്യമങ്ങളെ ഭയക്കേണ്ടതില്ലല്ലോ. അവരിപ്പോൾ അനുസരണയുള്ള കുഞ്ഞാടുകളാണ്. ജൂൺ 4 ശേഷം ചോദിക്കുന്ന കിമ്പളം അവർക്ക് കീശയിലെത്തുകയാണ്. 3 കോടി മലയാളികളെ തുറച്ചു നോക്കുന്ന ഗൗരവതരമായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മാപ്പർഹിക്കാത്ത നിഷ്ക്രിയത്വം കാണിക്കുന്നത് എങ്ങനെ പൊറുക്കാൻ കഴിയും? ശക്തിധരൻ ചോദിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനെന്ന പേരിൽ ദശലക്ഷങ്ങൾ ചെലവിട്ട് പേരക്കുട്ടി അടക്കമുള്ള കുടുംബാംഗങ്ങളുമായി നെതർലൻഡിൽ ഉല്ലാസയാത്ര പോയി ഖജനാവ് മുടിച്ച മുഖ്യമന്ത്രി അന്നത്തെ യാത്ര കൊണ്ട് വയനാട്ടിൽ എന്തുണ്ടാക്കി എന്നാണ് പറയുന്നത്? നെതർലൻഡിൽ പത്രാസ് കാണിക്കാൻ സുരക്ഷയ്ക്ക് കൂലിപ്പടയാളികളെ ഇറക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രിയാണല്ലോ ഈ അൽപ്പൻ. അപ്പൂപ്പൻ കൂലിപ്പട്ടാളത്തിൻ്റെ അകമ്പടിയോടെ അർമാദിക്കുന്നത് കാണണമെന്ന് പേരക്കുട്ടി ശാഠ്യം പിടിച്ചപ്പോൾ മടിശ്ശേരിയിൽ നിന്ന് ചോർന്നുകൊണ്ടിരിക്കുന്ന ഡോളറിനെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല. അവിടെയും വയറ്റത്തടിച്ചത് പാവങ്ങളെയാണ്. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് അടിച്ചു പൊളിച്ചു. വയനാട്ടിൽ 210 പേർ ഇപ്പോൾ മണ്ണിനോട് ചേർന്നപ്പോൾ പരലോകത്ത് അവരുടെ ആത്മാക്കൾ മുഖ്യമന്ത്രിയുടെ ആ ഉല്ലാസയാത്രയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവും. ശക്തിധരൻ പറയുകയാണ്. ഒന്ന് ചോദിച്ചോട്ടെ മനുഷ്യ, ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് എങ്ങനെയാണ് ക്ലിഫ് ഹൗസിൽ സമാധാനമായി ഉറക്കം കിട്ടുക? ക്ലിഫ് ഹൗസ് മാത്രമായി സുരക്ഷിതമായിരിക്കുമെന്ന് കരുതണ്ട. ഒലിച്ചു പോയാൽ എല്ലാം പോയത് തന്നെ. അതുകൊണ്ട് കൂടുതൽ കെട്ടുകെട്ടായി വെച്ചിരിക്കുന്നിടത്താണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. 10 തുട്ട് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ പാഞ്ഞെത്തും, അല്ലെങ്കിൽ അത്രയ്ക്കത്ര തന്നെ. അതാണ് ശീലം. പൗരമുഖ്യ പട്ടം ചാർത്തി വിധ്വംസികളെ ക്ഷണിച്ച് ഊട്ടുന്നവർക്ക് എന്തേ ഗാഡ്ഗിൽ മാത്രം ചതുർത്ഥിയാവുന്നത്? മുമ്പ് വി എസ് ആയിരുന്നു നികൃഷ്ടൻ. കേരളത്തിലെ വനമേഖല അക്ഷയ ഖനിയാണ്. അതാണ് PV അൻവർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. അവസാനമായി ശക്തിധരൻ പറയുകയാണ്, പിണറായി വിജയനെ മാഫിയ ജനറൽ എന്ന് പച്ചയ്ക്ക് വിളിച്ചത് കേരള ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് K സുകുമാരനായിരുന്നല്ലോ. 2007 ജൂലൈ മാസത്തിലായിരുന്നു അത്. പിണറായി വിജയൻ കേരളത്തിലെ ഭാവിക്ക് ദോഷമായിരിക്കുമെന്ന് ജസ്റ്റിസ് സുകുമാരൻ അസന്നിഗ്ധമായ ഭാഷയിൽ പരസ്യമായി പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇന്നത്തെ കേരളത്തെ കണ്ട് ജസ്റ്റിസ് സുകുമാരൻ കരയുകയാണോ ചിരിക്കുകയാണോ? 17 വർഷങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് സുകുമാരൻ്റെ വിവാദ പ്രസംഗം ഉണ്ടായിരുന്നു. ചരിത്ര സാക്ഷിയായി ജസ്റ്റിസ് സുകുമാരൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ജസ്റ്റിസ് സുകുമാരനെതിരെ പിണറായി വിജയൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തില്ല എന്ന് മറക്കുന്നില്ല. എന്നാൽ ഈ വീരസ്യമെല്ലാം നാലാക്കി മടക്കി പോക്കറ്റിലിട്ട് ആരോപണം വിഴുങ്ങി തടിതപ്പിക്കും. ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഷഫീഖ് ഇതിന് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല എന്നായിരുന്നു. അതായത് മാഫിയ ജനറൽ തന്നെയെന്ന്. എണ്ണിയാലൊടുങ്ങാത്ത പാരിസ്ഥിതിക ശാസ്ത്ര പടുക്കളുടെ ഈടുവയ്പുള്ള മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ ഒരാൾ പോലും ഇതിനെ ചോദ്യം ചെയ്യാത്തത് രാജവാഴ്ചയ്ക്ക് സമമായത് കൊണ്ടാണോ?
അതോ അടിമയായി നിന്നാലേ വല്ലതും നക്കിത്തിന്നാൻ കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ്? ഇതാണ് ജി ശക്തിധരൻ്റെ പുതിയ ഇടപെടൽ. ഇവർക്കെതിരെ എത്ര ശക്തമായിട്ടുള്ള ആർജവത്തോടുകൂടിയുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള വിമർശനമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ എന്ന വരികൾ ഇവിടെ അന്വർത്ഥമാവുകയാണോ എന്ന് ചോദിക്കാൻ ശക്തിധരനല്ലാതെ ആർക്കാ സുഹൃത്തുക്കളെ കഴിയുക? മുഖ്യമന്ത്രി ഒരു വിവരദോഷി എന്നും കേരളത്തിൻ്റെ ശാപമാണിത് എന്നും പറയാൻ